അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിലെ ചില വിദേഹത്തിന്റെ ആളുകൾ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസുകളെയൊക്കെ നിഷേധിക്കുന്ന രീതിയിലേക്കുള്ള വർത്തമാനങ്ങളും പ്രഭാഷണങ്ങളും നടത്തുകയാണ്. അതിന്റെ ഒരു ഉദാഹരണം, ഒരു പ്രഭാഷണം ഞാൻ നിങ്ങളെ ഇവിടെ കേൾപ്പിക്കാം. ശേഷം അതുമായി ബന്ധപ്പെട്ട് 2 വാക്കുകൾ സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ഈ പ്രഭാഷണം ഒന്ന് കേട്ടുനോക്കൂ. ഈ നാട്ടിൽ പോലും ഉണ്ട് 5 നേരം നമസ്കരിക്കുന്ന വീടുകളിൽ നിന്ന് മദ്രസയിലേക്ക് രാവിലെ കുട്ടികൾ വരുമ്പോ കണ്ണേറ് ഭയന്നുകൊണ്ട് ആ കുട്ടിയെ മന്ത്രിച്ചൂതി മദ്രസയിലേക്ക് പറഞ്ഞയക്കുന്ന ഉമ്മമാർ, സഹോദരിമാർ. ആരുടെ കെണിയിലാണോ വഴിയിലാണോ വീണുപോയത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അതുകൊണ്ട് വിശ്വാസത്തെ സൂക്ഷ്മമായി പരിശോധിച്ച് സത്യമേതാണെന്ന് മനസ്സിലാക്കി ആ വഴിയിൽ നിലകൊള്ളണമെന്നാണ് ഉണർത്തുവാനുള്ളത്. നിങ്ങൾ കേട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ അദ്ദേഹം കണ്ണേറിനെ നിരാകരിക്കുകയാണ്. എന്നാൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൽ ഐനു ഹഖ്കുൻ, കണ്ണേറ് സത്യമാണെന്നാണ് നമ്മളെ പഠിപ്പിച്ചത്. തന്നെയുമല്ല, ഇമാം നസായി അവറുകൾ തന്റെ സുനനുൽ കുബ്രയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം കാണാം. ഒരു സ്വഹാബി കണ്ണേറ് ബാധിച്ച് ശരീരത്തിലാകെ അസ്വസ്ഥത അനുഭവപ്പെട്ട ഒരു സ്വഹാബിയെ നബിയുടെ സമക്ഷത്തിൽ കൊണ്ടുവരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ണേറ് ബാധിച്ചതാണെന്ന് മനസ്സിലാക്കി ആ മനുഷ്യനെ മന്ത്രിക്കുന്നതായി. എത്രത്തോളം കണ്ണേറ് ബാധിച്ചിട്ട് ആ മനുഷ്യൻ ബോധം കെട്ടുപോയി എന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. അത്രത്തോളം വലിയ അവസ്ഥ കണ്ണേറ് കൊണ്ടുണ്ടായപ്പോ ആ വ്യക്തിയെ നബിതങ്ങളുടെ അടുക്കൽ കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യനെ മന്ത്രിച്ചതായി ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുമ്പോ ഈ മനുഷ്യനെ പോലുള്ളവർ ഹദീസുകളെ നിരാകരിക്കുമ്പോ ആരെയാണ് തള്ളിപ്പറയുന്നതെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.